അമരം 4K ദൃശ്യമികവോടെ നവംബർ 7 മുതൽ ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിലേക്ക്. ആഹാ, ആ പോർഷൻ അന്നത്തെ അന്തിയിൽ അത്താഴപാത്രത്തിൽ എന്ന് പറയുന്ന പോർഷനിൽ യു ബിക്കം വെരി ഇമോഷണൽ. അത് ഞങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് അവിടെ സംഗതി പോലും സ്ലിപ്പാവാൻ സാധ്യതയുണ്ട് അല്ലേ? എന്താ അങ്ങനെ ആ വഴിക്ക് മാറ്റം? ഗ്രീഷ്മക്കുട്ടി എന്താണ് പറഞ്ഞോളൂ. പറഞ്ഞോളൂ. എനിക്ക് 2 മക്കളാണ് മാം. ഒരാള് സാരമില്ല. മൂത്താള് ആൺകുട്ടിയാണ്. മോൻ ഭയങ്കര അവൻ 12 വയസ്സ് 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. നിങ്ങൾ വേണമെങ്കിൽ അവിടെ നിക്കാം. അതെ, വൈകശി അവള് 3 വയസ്സായിട്ടുള്ളൂ. വൈകാശി എന്നാണോ പേര്? ആ, അപ്പോൾ അവളെ ഡെലിവറി കഴിഞ്ഞ സമയത്ത് ഹോസ്പിറ്റലുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടി നടക്കില്ല എന്ന്. എനിക്കിതറിയില്ലായിരുന്നു. ഞാൻ സിസേറിയൻ കഴിഞ്ഞിട്ട് ഒബ്സർവേഷനിലായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ റൂമിൽ വന്നപ്പോൾ ഇങ്ങനെ ഇവർ സംസാരിക്കുന്നത് കേട്ടപ്പോൾ ഞാൻ മോളെ കണ്ടിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ട് കാണുകയാണ്. ഞാൻ റൂമിലേക്ക് വന്നിട്ട് ആദ്യമായിട്ട് കാണുന്ന സമയത്ത് കണ്ണു നട്ട് കാത്തിരുന്നിട്ടൊന്ന് പറഞ്ഞ ഒരു വാക്കുണ്ടല്ലോ. അപ്പോൾ കണ്ണു നട്ട് നമ്മൾ കാത്തിരിക്കുന്നത് മക്കളെ ഈ ഒരു മുഖം കാണാനാണല്ലോ. തീർച്ചയായിട്ടും അതെ. അപ്പൊ പെട്ടെന്ന് നടക്കില്ല എന്നുള്ള ഇത് കേട്ടപ്പോ ഞാൻ ആദ്യം നോക്കുന്നത് മകളുടെ കാലാണ് മാം. അതിലുപരി അദ്ദേഹം നൃത്താധ്യാപകനാണ്, ഡാൻസ് മാഷാണ്. ആണോ? അതെ, ഹസ്ബൻഡ് ആനന്ദ് എന്നാണ് പേര്. ഡാൻസ് എന്ന് പറഞ്ഞാൽ ഏത്? ക്ലാസിക്, ക്ലാസിക്കലാണോ? സെമി ക്ലാസിക്കൽ, ഫോക്ക് ഒക്കെ എടുക്കുന്നത് എല്ലാം അറിയാം. ഓ, അപ്പൊ വണക്കം. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇത്രയും അധികം കുട്ടികളെ ട്രെയിനിങ് ചെയ്യുന്ന ഒരു മാഷ്, ഒരു നൃത്താധ്യാപകൻ എല്ലാ കുട്ടികൾക്കും കാലിൽ ചെലങ്ക കെട്ടി കൊടുക്കുമ്പോ സ്വന്തം മകളെ കാലിൽ അത് കെട്ടാൻ പറ്റില്ലല്ലോ. എന്തായി? എന്നിട്ട് ഒരു കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ലല്ലോ. അപ്പൊ എവിടെ വൈകാശിക്കുട്ടി ഓടി നടക്കുന്ന വൈകാശിക്കുട്ടി? അതെ, ഗ്ലിറ്റർ ഷൂ ഒക്കെ ഇട്ടിട്ട് എന്ത് മിടുക്കി ചുന്തിരിക്കുട്ടി ഇതേ വന്നിരിക്കുന്നു. ആളറിയുന്ന പോലും ഇല്ല ആളെ കുറിച്ച്. ഹാപ്പി ആയിട്ട് നിക്കവിടെ. അപ്പൊ അതാണ് ഭഗവാൻ ഈശ്വരൻ അല്ലേ? അപ്പൊ അത് ഓർത്ത് ഇനി ആ ഒരു സങ്കടം ഉണ്ടാവും. പക്ഷെ എന്നാലും നിങ്ങളുടെ ആ സത്യം, ആ ഒരു ഇത് കുട്ടി നോക്കും, നമുക്ക് ഒരു കുഴപ്പമില്ലാതെ ഇല്ല ma'am, ഒരു കുഴപ്പമില്ല. അവള് ഡാൻസ് ചെയ്യും, പാട്ട് പാടും, എല്ലാം ചെയ്യും. ഞങ്ങൾക്ക് ഒരു ദിവസം കേട്ടോ പ്രോപ്പർ ആയിട്ട് അച്ഛന്റെ മോളുടെ ഒരു ഡാൻസ്. ഇപ്പൊ നമുക്ക് വളരെ സന്തോഷമുള്ള സമയമാണ്. കാരണം ആ കുഞ്ഞിനെ ഇങ്ങനെ കാണുന്നതുകൊണ്ട്. പക്ഷെ ആ സമയം ഓർക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അതുകൊണ്ടാണ് സാർ എനിക്ക് ആ പാട്ട് ഓരോ വരി എടുക്കുമ്പോഴും എനിക്ക് ആ ഡെലിവറി സമയത്ത് ഉണ്ടായിരുന്ന ആ ഓർമ്മകൾ പെട്ടെന്ന് അതെ അതെ അതെ. മോളെ, ഞാൻ ഒരു ചെറിയ കഥ പറഞ്ഞോട്ടെ. എന്റെ അമ്മയുടെ ഞാൻ 5ാമത്തെ കുട്ടിയാണ്. അപ്പം മൂത്ത 3 ചേച്ചിമാരും ഒരു ആൺകുട്ടിയും കിട്ടി. അതോടുകൂടി ആശയ്ക്ക് പെണ്ണും ആസ്തിക്കാണെന്നും പറഞ്ഞ് അങ്ങനെ പണ്ട് പറയൂലോ. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ആസ്തിക്ക് പെണ്ണും ഒക്കെ എങ്ങനെ വേണം പറയാം. അപ്പൊ ഇനി 5ാമത്തെ കുട്ടി വേണ്ട, എല്ലാരും ഓരോ വയസ്സ് കഴിഞ്ഞ് ഇങ്ങനെ ഉണ്ടായി. 5 വർഷം ഗ്യാപ്പ് കഴിഞ്ഞു. ഇനി കുട്ടിയില്ല എന്ന് വിചാരിച്ചു. ആണ് പെണ്ണും ഉണ്ടല്ലോ. ഞാൻ എങ്ങനെയോ ഉണ്ടായിപ്പോയി. അപ്പൊ ഒരു 3 മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞത്. അപ്പൊ എന്റെ അമ്മ കൊണ്ടുപോയി മരുന്നൊക്കെ കഴിച്ച് എന്നെ കളഞ്ഞു. ശരിക്കും ലിറ്ററലി അന്നൊക്കെ വയറ്റാട്ടി എന്നൊക്കെ പറയണവര്. ഞാൻ മരിച്ചു വയറ്റില്. അങ്ങനെ ഇരുന്നു. ഒരു 6-7 മാസമായപ്പോഴത്തേക്കും വയറ് വീർത്തു വരുന്നു. ഒട്ടനെ ഓടിക്കൊണ്ടുവന്നു. കാരണം നശിപ്പിക്കാനുള്ള മരുന്ന് കഴിച്ചാണേ. നോക്കുമ്പോഴ് കുട്ടി ഉണ്ട്, പോയിട്ടില്ല. ഞാൻ എങ്ങനെ പോകും? എന്റെ നമ്മുടെയൊക്കെ ഭാഗ്യല്ലേ? അപ്പൊ എന്റെ അമ്മ ഒരുപാട് സഹിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ പൊറക്കുന്നത് വരെ ആ അമ്മ കടന്ന് ദണ്ണപ്പെട്ടത്. ഈ സാധനം എന്താണ് ഉള്ളിൽ പോയിട്ടുണ്ടല്ലോ. അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് പേടിച്ച അമ്മയുടെ ആ ഒരമ്മയുടെ വേദന
അമ്മ പറഞ്ഞു ഞാൻ 5 പേരെ പ്രസവിച്ചിട്ടും 4 പേരെ ഞാൻ വളരെ ഇതായിട്ട് പ്രസവിച്ചു. എന്നെ പ്രസവിക്കാൻ നേരത്തുണ്ടായ ആ ഒരു മാനസിക സമ്മർദ്ദം പക്ഷേ ഉണ്ടായി വന്നപ്പോ ആ കുട്ടി ഒന്ന് പ്രത്യേകിച്ച് ഇങ്ങോട്ട് നമുക്ക് എല്ലാവർക്കും അഭിമാനമാണല്ലേ? അതെ.